നമസ്തേ. തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ ഒരു ഹണി ട്രാപ്പിംഗ് കേസാണ്. ഈ കേസിലാണെങ്കിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്നുള്ള ചോദ്യം അന്വേഷിച്ച് എത്തുമ്പോഴാണ് ഇത് ഒരു ഹണി ട്രാപ്പിംഗ് കേസാണ് എന്നുള്ളതിലേക്ക് വന്നു നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് ഹണി ട്രാപ്പ് തന്നെയാണോ, അതോ ഇവർ തമ്മിലുള്ള മറ്റെന്തെങ്കിലും രഹസ്യബന്ധത്തിന്റെ ചില അണിയറ കഥകൾ പുറത്തു വരുന്നതാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. റോഷ്നി സ്വപ്ന എന്ന് പറയുന്ന യുവതിയാണ് ഇതിലെ മെയിൻ കഥാപാത്രം. ഇത് സംഭവിച്ച കഥയാണ് കേട്ടോ. സംഭവിച്ചിട്ടുള്ള നേരിട്ട് ശരിയായ ഒരു സംഭവമാണ്. വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ റോഷ്നി സ്വപ്ന തെലുങ്കാന സ്വദേശിയായിട്ടുള്ള സമ്പന്നനായിട്ടുള്ള ഒരു വ്യവസായി വിജയകുമാറുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നു. പിന്നീട് ഈ അടുപ്പം ഇവർ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതുമായിലേക്കൊക്കെ മാറുകയാണ്. പിന്നീട് ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ഈ കുഞ്ഞിന്റെ പേരിൽ വിലപേശി 5 കോടി രൂപയുടെ സ്വത്തും 45 പവൻ സ്വർണ്ണാഭരണങ്ങളും ഈ യുവതി കൈക്കലാക്കുന്നു. ഒടുവിൽ ഗതി കേട്ടിട്ട് ഈ പറയുന്ന വ്യവസായി പരാതി കൊടുക്കുകയാണ്. ഈ പരാതിയിന്മേൽ അന്വേഷണം നടത്തുമ്പോഴാണ് പോലീസ് പോലും ഞെട്ടുന്ന വമ്പൻ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഹണി ട്രാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചില കൊലപാതക കേസുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യം ഇവർ വിലപേശുന്നത് ഈ കുഞ്ഞിനെ വെച്ചാണെങ്കിലും ഇപ്പോൾ ഈ യുവതി പറയുന്നത് തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഈ വ്യവസായിയായിട്ടുള്ള വിജയകുമാർ തന്നെയാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. ഇത് സത്യത്തിൽ ഈ സമ്പന്നനായിട്ടുള്ള വ്യവസായി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഇവർ വിലപേശുമ്പോൾ ഇവർ പറഞ്ഞിരുന്നത് ഈ കുഞ്ഞിന്റെ കാര്യവും ഇവർ തമ്മിലുള്ള ബന്ധവും ഒക്കെ ഇയാളുടെ യഥാർത്ഥ ഭാര്യയോട് പറയുമെന്നായിരുന്നു. ഇത് എല്ലാ കേസുകളിലും സംഭവിക്കുന്നതാണ്. ഈ അവിഹിതത്തിലേക്കൊക്കെ പോകുന്നവർക്ക് പലപ്പോഴും പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ എന്നുള്ളതാണ്. കാരണം ഇത് എവിടെയെങ്കിലും വെച്ച് ഈ ഒരു പാലം തെറ്റിപ്പോയാലുണ്ടല്ലോ, പിന്നെ ഇവര് തമ്മിലുള്ള കച്ചറ പിച്ചറയാവും. പിന്നീട് ഈ പറയുന്ന സകല ദുർഗന്ധമുള്ള കേസുകളും പുറത്തു വരികയും നമ്മൾ ഇതൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകും. ഈ പറയുന്ന വ്യവസായിക്ക് ജർമ്മൻ ഭാഷാ പരിശീലന കേന്ദ്രമുണ്ട്. ഈ പരിശീലന കേന്ദ്രത്തിന്റെ ഹെഡ് ഓഫീസ് കൊച്ചിയിലാണ് പ്രവർത്തിക്കുന്നത്. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥലങ്ങളിലൊക്കെ ബ്രാഞ്ചുകളുമുണ്ട്. ഇവിടെ വെച്ചാണ് തൊഴിലാളിയായി എത്തിയ റോഷ്നി സ്വപ്ന ഈ വ്യവസായിയുമായിട്ട് പരിചയം സ്ഥാപിക്കുന്നു. സ്വാഭാവികമായും ഈ സാധാരണ എല്ലാ കഥയിലേതും പോലെ ഇവര് തമ്മിൽ പ്രണയത്തിലാകുന്നു. മറ്റൊരു ബന്ധം തേടിപ്പോകുന്നു. ആഹാ, വളരെ സ്വപ്ന തുല്യമായിട്ടുള്ള ജീവിതമൊക്കെ ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് ഭാര്യയുണ്ട്, ഒരു ഭാഗത്ത് മടുപ്പ് മാറ്റാനായിട്ട് ഈ പറയുന്ന റോഷ്നി സ്വപ്നയുമുണ്ട്. ഏതായാലും റോഷ്നി സ്വപ്ന വിചാരിച്ച രീതിയിലേക്കായിരിക്കണം ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടാകുന്നത്. ഈ പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. ഭാര്യയെ അറിയിക്കും. അപ്പോ ഈ വ്യവസായിക്ക് ഭാര്യ ഉണ്ട് എന്നുള്ളത് അറിയാൻ പാടില്ല. ഈ സ്ത്രീകളെ കാണുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ വീണു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? തന്റെ വീട്ടിൽ ഭാര്യയുണ്ട്, തനിക്ക് സ്വസ്ഥമായിട്ടൊരു കുടുംബമുണ്ട് എന്നുള്ളതൊക്കെ അറിയാമല്ലോ. ഇത്തരത്തിലുള്ള കഥകൾ എന്നും നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ്. എന്നിട്ടും ഇവരൊക്കെ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചാടുമ്പോഴാണ് ഇതെങ്ങനെ സംഭവിക്കുന്നട ഉവേ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്നത്. എന്തായാലും ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഇയാള് പരാതി കൊടുക്കുന്നത്. നിസ്സാര കാര്യമൊന്നുമല്ല ഈ യുവതി വാങ്ങിച്ചിട്ടുള്ളത്. 1,80,00,000 രൂപ പണമായിട്ട് വാങ്ങിയിട്ടുണ്ട്. 1,80,00,000 രൂപ. ഇനി അത് മാത്രമാണ്, അതുമല്ല, അവിടം കൊണ്ടും തീരുന്നില്ല. കൊച്ചിയില് തൃപ്പൂണിത്തുറയില് 1,20,00,000 രൂപ വില വരുന്ന ആഡംബര ഫ്ലാറ്റ് ഈ റോഷ്നി സ്വപ്ന വ്യവസായിയെ കൊണ്ട് റോഷ്നി സ്വപ്നയുടെ പേരിൽ വാങ്ങിപ്പിക്കുന്നുണ്ട്. അവിടം കൊണ്ടും തീർന്നില്ല കേട്ടോ കാര്യം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ 2024 മലയൻകീഴില് 20 സെന്റ് സ്ഥലം വാങ്ങുന്നുണ്ട്. അതും റോഷ്നി സ്വപ്നയുടെ പേരിലാണ് വാങ്ങുന്നത്. അതിന്റെ വില ഏകദേശം 1,30,00,000 രൂപയാണ്. ഇതിന് പുറമെ 45 പവനോളം സ്വർണ്ണാഭരണങ്ങളും ഈ സ്ത്രീ കൈക്കലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
ഇവിടെ സത്യത്തിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇതെല്ലാം ഭീഷണിയുടെ പുറത്താണ് ഇതൊക്കെ വാങ്ങിയത് എന്നുണ്ടെങ്കിൽ എന്താണ് പരാതി കൊടുക്കാൻ ഈ വ്യവസായി വൈകിയതിന് പിന്നിലുള്ള കാരണം? അത് തെളിയേണ്ടത് സത്യത്തിൽ ആവശ്യമാണല്ലോ. കാരണം ഇതെല്ലാം നടന്ന് 3 വർഷത്തിന് ശേഷമാണ് ഈ വ്യവസായി ഈ പരാതി കൊടുക്കുന്നത്. അങ്ങനെ വളരെ സംശയം തോന്നിയ പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഒടുവിലേക്ക് എത്തുന്ന മറ്റൊരു വിവരമുണ്ട്. ഈ വ്യവസായിയുടെ അക്കൗണ്ടിൽ നിന്ന് റോഷ്നി സ്വപ്ന എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല, റോഷ്നി സ്വപ്നയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ വ്യവസായിയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസാക്ഷനുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു ഹണി ട്രാപ്പിംഗ് കേസ് ആവുക എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതായത് ഈ പണം പോയിരിക്കുന്നത് ഒരു വഴിയെ മാത്രമല്ല, അതുകൊണ്ട് തന്നെ കോടതിയിൽ പോയാലും ഹണി ട്രാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, ആ കാര്യം നിലനിൽക്കില്ല, ആ വാദം നിലനിൽക്കില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, തനിക്ക് ജനിച്ചിട്ടുള്ള ആ കുട്ടി വിജയകുമാറിൻ്റെത് തന്നെയാണെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് റോഷ്നി സ്വപ്ന. അവിടെയും ഒരു നിർണായക ഘട്ടം വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യം പരിഗണിച്ച് റോഷ്നി സ്വപ്നയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം ഉയർന്നു വരും. റോഷ്നി സ്വപ്ന പറഞ്ഞത് മുഴുവൻ സത്യമാണോ, അതോ വിജയകുമാർ പറഞ്ഞിട്ടുള്ളതാണോ സത്യം? ഇതിൽ ആര് പറഞ്ഞതാണ് സത്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നവും ചോദ്യവും. മറ്റൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ടത്, കുഞ്ഞിന്റെ DNA പരിശോധന വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പരിശോധനാ ഫലം വിജയകുമാർ തന്നെയാണ് അച്ഛൻ എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് കൂടി പോവുകയും ചെയ്യും. ഒന്ന് ആലോചിച്ചു നോക്കണം, 5 കോടിയുടെ സ്വത്ത്, ഒരു കുഞ്ഞിന്റെ പിതൃത്വവാദം, 45 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ, ഇതെല്ലാം വന്ന് നിൽക്കുന്നത് ഒരു അവിഹിത ബന്ധത്തിലേക്ക് പോയ ഒരു വ്യവസായിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ആ സ്ത്രീക്കും അവരുടെ ജീവിതവും അവർക്കുണ്ടായ സൽപ്പേരും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുമ്പിട്ടിറങ്ങിയതാണെങ്കിൽ, ആണായാലും പെണ്ണായാലും ഒരുമ്പിട്ടിറങ്ങിയതാണെങ്കിൽ ഇതിൽ നമുക്കൊന്നും പറയാനില്ല. എന്തായാലും ഇത്തരത്തിലുള്ള കേസുകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയം കൂടി നമ്മളോട് പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും മറ്റൊരു ബന്ധത്തിന്, അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പകയും അതിനെ തുടർന്ന് വകവരുത്തലുകളും ഒക്കെ, ജീവനൊടുക്കലുകൾ, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിരന്തരം ഈ ഫിംഗർ ടിപ്പിൽ ഇത്തരം വിവരങ്ങളെല്ലാം കിട്ടിയിട്ടും ഈ ലോകം ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് മാത്രം ഈ ഉള്ളവന് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.